ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലിയുള്ള ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതം 6-ാമത്തെ അധ്യായം, 1-ാമത്തെ ക്യാൻറ്റോ 6-ാമത്തെ അധ്യായം, നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം അവസാന ഭാഗത്തേക്കാണ് കടക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി തൻ്റെ കഴിഞ്ഞ കൽപ്പത്തിലെ ജന്മത്തിൻ്റെ കാര്യം പറയുകയാണ്. എന്താണ് കഴിഞ്ഞ കൽപ്പത്തിലെ ജന്മത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചു പോയതിന് ശേഷം ആ ഭക്തിവേദാന്തികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഭക്തി സ്വീകരിച്ചു. അങ്ങനെ ഭക്തി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം വനത്തിൽ ചെന്ന് ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ ധ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ദർശനം ലഭിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ദർശനം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഭഗവാൻ വന്നിട്ട് കാരുണ്യപൂർവ്വം അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു ശബ്ദരൂപത്തിൽ. എന്തു പറഞ്ഞു ഭഗവാൻ? ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ കാണാൻ സാധിക്കുകയില്ല. ഈ ദർശനം എന്നോടുള്ള നിൻ്റെ ആഗ്രഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാണ്ടാവുകയില്ല. അങ്ങനെ പ്രളയത്തിൻ്റെ സമയത്തും നിനക്ക് ഈ ജന്മം അല്ലെങ്കിൽ ഈ ജന്മം കഴിയുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? അടുത്ത ഒരു ശരീരം ലഭിക്കുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? ഒരു മരണത്തിൻ്റെ സമയത്ത് എല്ലാം മറന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ എന്നാലും ആ ഡിവോഷൻ കൊണ്ട് നാരദ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, ഒരിക്കലും നിനക്ക് വിസ്മൃതി ഉണ്ടാവുകയില്ല. നിൻ്റെ ഡിവോഷണൽ സർവീസ് എന്ത് ചെയ്യും? നിനക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത കൽപ്പത്തിൽ നിനക്ക് സ്പിരിച്വൽ ബോഡി ലഭിക്കും. അപ്പോൾ നിനക്ക് സ്ഥിരം എന്നെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഭഗവാൻ വന്നിട്ട് എന്തു ചെയ്യുന്നു? അപ്രത്യക്ഷനാകുന്നു. കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നാരദ മഹർഷിക്ക് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടുകൂടി നാരദ മഹർഷി അല്ല, ആ കുട്ടി വന്നിട്ട് ഭഗവാനെ പ്രണമിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീര വനചാരി ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. जय जय गुरुदेव गुरुदेव
ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് തിരികെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകാം. ഭഗവാൻ വന്നിട്ട് അവിടെ നിന്നും തൻ്റെ ദർശനവും തൻ്റെ ശ്രവണവും അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്, ആ കുട്ടി എന്താണ് ചെയ്തത് എന്ന് നാരദ മഹർഷി വ്യാസദേവനോട് പറയുകയാണ് അല്ലേ. 27ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി കാണുന്നത്. അത് നമുക്ക് വായിക്കാം. നാമാന്യനന്തസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ കാം പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹാ കാലം പ്രതീക്ഷാൻ വിമതോ വിമത്സരാ. നാമാന്യനന്തസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹാ കാലം പ്രതീക്ഷാൻ വിമതോ വിമത്സരാ. ഒന്നും കൂടി. നാമാന്യനന്തസ്യ ഹതത്രപ പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാം പര്യടം സ്തുഷ്ടമനാഗതസ്പൃഹാ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരാ. എന്തു സംഭവിച്ചു? ഭഗവാന്റെ ദർശനം അവസാനിച്ചു. ആ കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അവസാനിച്ചു അല്ലേ. എന്ത് ചെയ്തു? ഇനിഷ്യേറ്റ് ചെയ്തു. ആര്? അതായത് ഇനീഷ്യേഷൻ. എന്താണ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്നും എന്ത് ചെയ്യുകയാണ്? ദീക്ഷ സ്വീകരിക്കുകയാണ്. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നാരദ മഹർഷിയുടെ കുട്ടിക്കാലത്ത് ഭക്തിവേദാന്തികൾ അദ്ദേഹത്തിന് നാമം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അതിനനുസരിച്ച് എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നു നാമാനി. എന്താണ്? നാമാനി അനന്തസ്യ ഹതത്രപ പഠൻ. പഠൻ എന്ന് പറഞ്ഞാൽ ജപിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നാണ് അർത്ഥം. പഠിക്കുക, പാഠകരണ എന്നൊക്കെ പറയും അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? പഠൻ എന്ന് പറഞ്ഞാൽ വായിക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്നാണ് അർത്ഥം. അപ്പം എന്താണ് നാരദ മഹർഷി ജപിച്ചത്? നാമാനി അനന്തസ്യ. അനന്തൻ ആരാണ്? അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത എന്നാണ് അർത്ഥം. ആരാണ് അന്തമില്ലാത്ത അല്ലെങ്കിൽ അന്തമില്ലാത്ത ഗുണങ്ങളോട് കൂടിയവൻ? ഭഗവാൻ. അപ്പം ഭഗവാന്റെ നാമാനി, നാമങ്ങളും ഒക്കെ, നാമങ്ങൾ ആദിയായവ എന്നാണ്. എന്താണ് ആ നാമങ്ങളുടെ പ്രത്യേകത? ഹതത്രപ. നാരദ മഹർഷി അത് എങ്ങനെയാണ് ജപിച്ചത്? ഹതത്രപഃ, അതായത് ഭൗതിക ലോകത്തിൻ്റെ എല്ലാ ആചാരങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീർന്നുകൊണ്ട്. പിന്നെ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ. എന്താണ് അതിനകത്ത്? 3 വാക്കുണ്ട്. ഗുഹ്യാനി അതായത് മിസ്റ്റീരിയസ്, അതായത് രഹസ്യം ആയത് എന്നാണ് അർത്ഥം. ഭദ്രാണി എന്ന് പറഞ്ഞാൽ ഭദ്രം, അതായത് മംഗളകരമായത് അല്ലെങ്കിൽ എല്ലാം ഫലങ്ങളും തരുന്നത് എന്നാണ് അർത്ഥം. കൃതാനി, കൃത അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. പിന്നെ സ്മരൺ, സ്മരണം എന്ന് പറഞ്ഞാൽ ഓർമ്മ. എന്തൊക്കെ അദ്ദേഹം ചെയ്തു? ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൺ. എന്താണ് എഴുതുന്നത്? Thus I began chanting the holy name and fame of the Lord by repeated recitation. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ വീണ്ടും വീണ്ടും ജപിച്ചുകൊണ്ടേയിരുന്നു. നാമാനി അനന്തസ്യ ഹതത്രപ പഠൻ
ഇഗ്നോറിങ് ഓൾ ദ ഫോർമാലിറ്റീസ് ഓഫ് മെറ്റീരിയൽ വേൾഡ്. ഹതത്രപ, അതായത് ഭൗതിക ലോകത്തിലെ ഒരു ഫോർമാലിറ്റീസും നോക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തില്ല. ഇത് നാമം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് പറയും, നാമം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആൾക്കാരെ എങ്ങനെ കാണും, ഇതൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. കാരണം നാമത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ട് ഭക്തിവേദാന്തികളുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു, അദ്ദേഹം നാമം ജപിക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ജപിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഗാം പര്യടം സ്തുഷ്ടമനഃ. എന്ത് സംഭവിച്ചു അവിടെ? ഗാം പര്യടനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പര്യടനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാം പര്യടൻ തുഷ്ടമനഃ, പര്യടനം ചെയ്യുക, യാത്ര ചെയ്യുക അല്ലേ. ഇനിയും തുഷ്ടമനഃ, സന്തുഷ്ട, എന്താണ് അതിൻ്റെ അർത്ഥം? വളരെയധികം സന്തോഷവാനായിട്ട്. തുഷ്ട മനഃ, മനസ്സിൽ വളരെയധികം സന്തോഷത്തോടെ. ഗതസ്പൃഹ, എന്താണ്? കംപ്ലീറ്റ്ലി ഫ്രീഡ് ഫ്രം ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സ്. എന്താണ്? എല്ലാ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും വിമുക്തനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് നാരദ മഹർഷി ആ കുട്ടി എന്ത് ചെയ്തത്? ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചത്. പിന്നെ ഒരു കാര്യവും കൂടി ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ട് നാരദ മുനിയുടെ ആ ചെറുപ്പകാലം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അക്ഷമയുണ്ടായിരുന്നില്ല. ഈ ജന്മത്തിൽ നിനക്കെന്നെ കാണാൻ പറ്റുകയില്ല. ഭഗവാൻ പറഞ്ഞു അല്ലേ, എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്? എത്ര നാളായി ഞാൻ ജപിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഭഗവാൻ എനിക്ക് ദർശനീയനാകുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അക്ഷമനായിട്ടല്ല, എന്താണ്? കാലം പ്രതീക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഭഗവാൻ എനിക്ക് എന്ത് ചെയ്യും? നമ്മുടെ കാരുണ്യം ചൊരിയും എന്ന് ഒരു ഭക്തൻ പ്രതീക്ഷിക്കണം. ഇതാണ് നാരദ മഹർഷി ഇങ്ങനെ ചെയ്തതിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യണം? നാമം ജപിക്കണം. നാമാനി അനന്തസ്യ പഠൻ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ? എന്ത് ചെയ്താലും, എന്താണ് കാര്യങ്ങൾ ചെയ്താലും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അങ്ങനെ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ തുഷ്ടമനഃ, അല്ലെങ്കിൽ സന്തുഷ്ടരായിത്തീരും. ഗതസ്പൃഹ, ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് വലിയ വേവലാതിയും ആഗ്രഹങ്ങളും അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ വേണം, കാലം പ്രതീക്ഷൻ, അതായത് ക്ഷമയും വേണം. നമ്മൾ പലപ്പോഴും ഇല്ലാത്ത ഒരു കാര്യം അത് തന്നെയാണ്, ക്ഷമ. എപ്പോഴും നമ്മൾ നാമം ജപിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നാമം ജപിച്ചിട്ടും എനിക്ക് ശുദ്ധഭക്തി കിട്ടിയില്ലല്ലോ എന്ന്. പ്രതീക്ഷ വേണം, പക്ഷേ അക്ഷമരാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ട് കാര്യം കൂടിയുണ്ട്. വിമതോ വിമത്സരഃ. മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ്. വിമത എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത അവസ്ഥ, മത്സരബുദ്ധി ഇല്ലാത്ത അവസ്ഥ. ആരോടും അസൂയയും, വേറെ ഒരു ഭക്തന്മാരോടും അസൂയയും മത്സരബുദ്ധിയും ഒന്നുമില്ല. കാരണം എന്താണ്? ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നശ്വരമാണ്. എന്തിനാണ് നമുക്ക് മത്സരബുദ്ധി വേണ്ടത്? നമ്മുടെ മത്സരബുദ്ധി നമ്മൾ കാണിക്കേണ്ടത് നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നേടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം. അതും മറ്റുള്ള ഭക്തന്മാരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അല്ല മത്സരബുദ്ധി കാണിക്കേണ്ടത്. അസൂയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഭക്തിയിൽ മുന്നേറുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരേപോലെ മൂവ് ചെയ്യുമ്പോൾ പലരും പലതരത്തിലുള്ള കഴിവുകളുള്ളവരായതുകൊണ്ട് ചിലപ്പോൾ ആ ലക്ഷ്യം ചില ആൾക്കാർക്ക് കൂടുതൽ കിട്ടും. ഇപ്പോൾ 100 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, മത്സര പരീക്ഷ. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് അത്രയ്ക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവുകയില്ല, ചില ആൾക്കാർ ആവറേജ് ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ കാണും, കുട്ടികൾ കാണും. അവരെല്ലാവരും ഒരേ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ കാണും. കാരണം എനിക്ക് മത്സര പരീക്ഷയിൽ വിജയിയാവണം എന്നുള്ള ചിന്ത, അത് നല്ലതാണ്. പക്ഷേ മറ്റുള്ളവൻ ജയിച്ചുകൂടാ എന്നുള്ള ചിന്ത തെറ്റാണ്. എനിക്ക് എന്ത് ചെയ്യണം? ഈ പരീക്ഷ ജയിക്കണം എന്നുള്ള ചിന്ത ഓക്കെ, പക്ഷെ മറ്റുള്ളവർ ജയിച്ചുകൂടാ എന്നുള്ള ചിന്ത എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. കാരണം അത് വന്നിട്ട് എന്താണ്? മത്സര ബുദ്ധിയിലും അപ്പുറം അസൂയ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഭക്തന്മാരുടെ ഇടയിലും അത് സംഭവിക്കും.
എന്തു ചെയ്യും? നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും. അങ്ങനെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഭക്തന്മാർ ഒരുപാട് സേവനം ചെയ്യും, ചില ഭക്തന്മാർ ഒരുപാട് നല്ല നല്ല, കാരണം അവർക്ക് ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടായിക്കൂടാ. കാരണം എന്താണ്? അസൂയ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തുള്ള ഗുണമാണ്. ആധ്യാത്മിക ലോകത്ത് പോകുമ്പോൾ അങ്ങനത്തെ ഗുണങ്ങളൊന്നും നമുക്ക് വേണ്ട. അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് എന്ത് വേണം? നാരദ മഹർഷി പറയുകയാണ്, വിമതോ വിമത്സര. ഇതിനകത്ത് പറയുകയാണ്, സോ ഡൂയിങ് ഐ ട്രാവൽഡ് ഓൾ ഓവർ ദ എർത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഹംബിൾ ആൻഡ് അൺഎൻവിയസ്. എന്തുകൊണ്ടാണ്? ശ്രീല പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നു, ഭഗവാന്റെ ഭക്തൻ, അതായത് ആത്മാർത്ഥ ഭഗവത് ഭക്തന്റെ ജീവിതം ഇപ്രകാരം ഒരു ഖരകഞ്ചുകത്താൽ ആവരണം ചെയ്തുകൊണ്ട് ശ്രീ നാരദമുനി വിശദമാക്കി. ഖരകഞ്ചുകം എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പേടിക്കണ്ട, നട്ട്ഷെൽ എന്നാണ്, അതായത് ചുരുക്കം എന്നാണ് ഉദാഹരണം. നട്ട്ഷെൽ എന്നിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഖരകഞ്ചുകം എന്നായതാണ്. എന്താണ് വിശദമാക്കുന്നത്? ഭക്തൻ എന്ത് ചെയ്യണം എന്നാണ് നാരദ മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ വിശ്വാസയോഗ്യനായ ആത്മീയാചാര്യനാൽ ദീക്ഷ സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അത് ഗൗരവമായിട്ട് തന്നെ എടുക്കണം. സാധാരണ നമ്മൾ എന്താണ് വേണോ വേണ്ട എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ സ്വീകരിച്ച് കഴിയുമ്പോൾ നാമം ജപിക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ എന്തുമാണ് അല്ലെങ്കിൽ തപശ്ചര്യ അല്ലെങ്കിൽ ഗുരുവിനോടുള്ള വാക്കാണ്. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. എന്ത് വാക്കാണ്? ഗുരു നമ്മളെ സംസാര സാഗരത്തിൽ നിന്നും രക്ഷിക്കാം എന്നുള്ള വാക്ക് തരും. നമ്മൾ ഗുരുവിന് വാക്ക് കൊടുക്കും, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കൊള്ളാമെന്ന്. ആരെങ്കിലും ഒരാൾ വാക്ക് തെറ്റിച്ചാൽ എന്താണ് പ്രശ്നം? ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അതന്നെ ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ഒരു കരാർ വന്നിട്ട് അസാധുവായി മാറും അല്ലേ? അതിൽ ആരാണ് സാധാരണ തെറ്റിക്കുക? ശിഷ്യനാണ് തെറ്റിക്കുക. കാരണം ശിഷ്യൻ എപ്പോഴും എന്താണ് ഒരു നിയോഫൈറ്റ് അല്ലെങ്കിൽ പുതുക്കക്കാരനായിട്ടുള്ള ഭക്തനായതുകൊണ്ട് അയാൾക്ക് വിശ്വാസവും മറ്റു കാര്യങ്ങളും ഒക്കെ, കനിഷ്ഠ അധികാരി എന്ന് പറയും, വിശ്വാസമൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ എപ്പോഴും അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രഭുപാദ് പറയുകയാണ്, ഈ പർപ്പോട്ടിനകത്ത് പറയുകയാണ്, ഗൗരവമായി ഏറ്റെടുക്കണം. എന്നിട്ട് അത് മാത്രമല്ല, ഭഗവത് മഹാത്മ്യങ്ങൾ മറ്റുള്ളവരെ ശ്രവിപ്പിക്കാനായി വിശ്വം മുഴുവൻ സഞ്ചരിക്കുന്നു. എല്ലാവർക്കും അത് സംഭവിക്കുകയില്ല അല്ലെങ്കിൽ സാധിക്കുകയില്ല. പക്ഷെ പ്രഭുപാദ് പറയുന്നു, പ്രീച്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരിടത്തിരുന്നു കൊണ്ട് ലോകം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവത് നാമം പ്രചരിപ്പിക്കാം. കാരണം അതിനുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. മീഡിയാസും വിഷ്വൽ എയ്ഡ്സും റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളും അതും ഇതും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മലേഷ്യയിൽ പോയിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ മലേഷ്യയിലേക്ക് ക്ലാസ് എടുക്കാം. ഇന്ന് നമുക്ക് രാധാറാണി സീരീസിനെ കുറിച്ച് മലേഷ്യയിലെ ഡിവോട്ടീസിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീല പ്രഭുപാദ് പറയുകയാണ്, നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രചരിപ്പിക്കുക പണ്ട് ആൾക്കാർ ചെയ്തുകൊണ്ടാണ്. അവർക്ക് അന്ന് എന്തുണ്ടായിരുന്നില്ല, അങ്ങനെ ലോകം മുഴുവൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രചരണം ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അത് അടുത്തുള്ളവർക്കാകാം, അകലെയുള്ളവർക്കാകാം, കൂട്ടുകാർക്കാകാം, ഫോണിൽ കൂടെ ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ അതും നമ്മളുടെ ഉത്തരവാദിത്വമാണ്. എന്താണ് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ചെയ്യേണ്ടത്? നാമം ജപിക്കുക, സേവനം ചെയ്യുക. ഈ സേവനം എന്ന് പറയുന്നത് ആധ്യാത്മിക ഗുരു എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ നാമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് സേവനം ചെയ്യുക? അദ്ദേഹത്തിനെ സഹായിക്കുക. ഇനി ഭൗതിക നേട്ടത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? അവർക്ക് ഇവിടെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. വെൽത്ത്, മണി, ഫെയിം, നെയിം, ഫോളോവേഴ്സ്, ഈ കാര്യങ്ങളൊന്നും ഒരു ഭക്തന് എന്തില്ല, താല്പര്യമില്ല. കാരണം എന്താണ്? ഇതൊക്കെ ടെമ്പററി ആണ്. എനിക്കിതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഞാൻ എന്താണ്, എൻ്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണ്? തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെയുള്ള ഈ നെയിം, ഫെയിം, ഫോളോവേഴ്സ്, ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ എപ്പോൾ അവസാനിക്കും? ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവസാനിക്കും. അപ്പോൾ ആ ഭക്തൻ മനസ്സിലാക്കും, ഇതൊന്നും അല്ല എൻ്റെ കാര്യം. എനിക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നെ തയ്യാറെടുക്കേണ്ടത് എന്ന് മാത്രം. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കും? മത്സരബുദ്ധി. കാരണം അയാൾക്ക് ആരോടും മത്സരബുദ്ധി ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്താണ്?
എങ്ങോട്ട് പോകാൻ പോവുകയാണ്? ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരികെ പോവുകയാണ്. അവിടെ മത്സരബുദ്ധി ഉണ്ടോ? ഇല്ല. അവിടെ എല്ലാ ഭക്തന്മാരും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഭഗവാനെ സേവിക്കുകയാണ്. ഒരാളെ അടിച്ചമർത്തിക്കൊണ്ടല്ല സേവിക്കുന്നത്. എല്ലാവരും അവരവർക്ക് കഴിയുന്ന വിധത്തിൽ മാക്സിമം എഫർട്ട് എടുത്ത് ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇനി ഒരാൾക്ക് സന്തോഷമാണ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു, എന്താണ്, ഗോപിമാരും രാധാറാണിയും സഖിമാരും രാധാറാണിയും പിന്നെ മഞ്ചരിമാരും, ഇവർ 3 പേരും ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരാണ്. രാധാറാണി ഭഗവാനെ സേവിക്കുന്നത് കണ്ട് സഖിമാർക്ക് അസൂയയില്ല. സഖിമാർ രാധാറാണിയെ സേവിക്കുന്ന ആ രാധാറാണി ഭഗവാനെ സേവിക്കുന്നതിനോട് എന്ത് ചെയ്യുകയാണ്? അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അവരെ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സഖിമാർ. ഇനി മഞ്ചരിമാർ വിചാരിക്കുന്നില്ല ഗോപിമാരും രാധാറാണിയും ഭഗവാനോട് അടുത്തിടപഴകുന്നത് പോലെ എനിക്കും ഭഗവാന്റെ കൂടെ ഇരുന്ന് ഊഞ്ഞാലാടണം, എനിക്കും ഭഗവാനെ കയ്യിൽ പിടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും അവർ വിചാരിക്കില്ല. കാരണം അവർ വന്നിട്ട് ഗോപിമാർ വന്നിട്ട് ഭഗവാനോട് എങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതിനെ അസിസ്റ്റ് ചെയ്യുമ്പോഴേക്കും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ബുദ്ധിമുട്ട്, പിന്നെ അസൂയ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ പൊസിഷനിൽ, അവരുടെ രസത്തിൽ, അവരുടെ സേവനത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണ്. കാരണം ഭഗവാൻ അവർക്ക് അതേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇവർ ഓരോരുത്തരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ ആര് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മത്സരബുദ്ധിയുടെ ആവശ്യമില്ല. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവാൻ യോഗ്യരായി തീർന്നതിൻ്റെ അഹങ്കാരമില്ല, ഗർവുമില്ല. കാരണം ഇതെല്ലാം നമുക്ക് ഒരു കാരുണ്യം കൊണ്ടാണ് കിട്ടിയത് എന്ന് ഒരു ഭക്തൻ ഓർക്കും. കുറച്ച് മേലേക്ക് പോകുമ്പോഴേക്കും നമ്മളുടെ ശിക്ഷാഗുരുക്കന്മാർ, നമ്മളുടെ ദീക്ഷാഗുരു ഒക്കെ നമ്മൾക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇത് കാരുണ്യമാണ്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ ചെളിക്കുണ്ടിൽ കിടക്കേണ്ട ആൾക്കാരാണ്. എൻ്റെ ഗുണം കൊണ്ടല്ല ഞാൻ എന്ത് ചെയ്തത്, ഭക്തനാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ എന്താണ് കാരണം? അവരാ കൈ തന്ന് എന്നെ പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ്. എന്താണ്, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ആർക്കില്ല? ഭക്തന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ആധ്യാത്മിക പുരോഗതിക്ക് കാരണക്കാരായി തീരുന്ന ഗുരുക്കന്മാർ, ശിക്ഷാഗുരുവും ദീക്ഷാഗുരുവും എല്ലാവരും വന്നിട്ട് നമ്മൾക്ക് തന്ന കാരുണ്യമാണ് നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹമ്പിളായിട്ട് അവരോടുള്ള നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അവരെ ആവശ്യമില്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റം പറയുക, അവരെക്കുറിച്ച് പ്രജൽപ്പം ചെയ്യുക, ബാക്കിയുള്ളവരോട് അവരെക്കുറിച്ച് എന്ത് ചെയ്യുക, മോശമായിട്ട് പറയുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അവരെല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ കാരുണ്യം എന്ന് പറയുന്നത് ഓർക്കേണ്ടതാണ്. എന്നിട്ട് പിന്നെ സ്വന്തം ഗ്രഹണശക്തിക്കനുസരിച്ച് യാതൊരു ഭൗതിക ഉദ്ദേശങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സന്ദേശ വിതരണം നടത്തുകയുമാണ് അവരുടെ ഏകദൗത്യം. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഭക്തനായാൽ ചെയ്യേണ്ടത് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചു അടുത്തത്. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ നാസക്തസ്യാമലാത്മനഃ കാലപ്രാദുരഭൂത്കാലേ താഡിത് സൗദാമണി യഥാ. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ നാസക്തസ്യാമലാത്മനഃ കാലപ്രാദുരഭൂത്കാലേ തഡിത് സൗദാമണി യഥാ. അനുഷ്ടുപ്പിലാണ് നമ്മൾ വായിക്കുന്നത്, ചെറിയ ശ്ലോകമായതുകൊണ്ട്. നേരത്തെ വായിച്ച മീറ്ററിൽ അല്ല വായിക്കുന്നത്. ഇത് അനുഷ്ടുപ് ഛന്ദസ്സാണ്. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ നാസക്തസ്യ അമലാത്മനഃ കാലപ്രാദുരഭൂത്കാലേ തഡിത് സൗദാമണി യഥാ. എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഒരു ഭക്തന്? ഏവം അപ്രകാരം, കൃഷ്ണമതേർ എന്താണ്? ബുദ്ധി എന്നിൽ ഉറച്ചവൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ആര്? ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, നിന്റെ ബുദ്ധി എന്നിൽ ഉറച്ചത് കൊണ്ട് നിനക്ക് എന്തുണ്ടാകും? സ്മരണയുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴും പറയുന്നത്. എന്താണ്? മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി. കൃഷ്ണമതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി കൃഷ്ണനിൽ ഉറച്ചവൻ. അവൻ എങ്ങനെയായിരിക്കും? ബ്രഹ്മൻ. അത് വ്യാസദേവനോട് പറയുകയാണ്, അല്ലയോ ബ്രഹ്മൻ, ബ്രാഹ്മണ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അവൻ എങ്ങനെയായിരിക്കും? നാസക്തസ്യ, അതായത്
ഒന്നിലും ആസക്തി ഉള്ളവനല്ല, ഭൗതികമായ ഒന്നിലും ആസക്തി ഉള്ളവനല്ല. പിന്നെ എന്താണ്? അമല ആത്മനഃ. അമലം എന്ന് പറഞ്ഞാൽ മലമില്ലാത്തത്, മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, അമലം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്. എവിടെ അഴുക്കില്ലാത്തത്? ആത്മനഃ. എന്താണ്? ഹൃദയത്തിൽ ഒരു അഴുക്കുമില്ലാത്തവനായി മാറും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? കൃഷ്ണമതി ഉണ്ടെങ്കിലാണ് ഈ രണ്ട് കാര്യങ്ങളും വരിക. കൃഷ്ണമതി ഇല്ലെങ്കിൽ നമ്മൾ എന്തിലായിരിക്കും മതി? ഇല്ലെങ്കിൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് സാധനം മായയാണ്. അപ്പം കൃഷ്ണമതി അല്ലെങ്കിൽ എന്തായിരിക്കും? മായാമതിയായിരിക്കും. മായയാണെങ്കിൽ മൊത്തത്തിൽ എന്താണ്? ഈ ആസക്തി, പിന്നെ എന്താണ്? അനർത്ഥങ്ങൾ അല്ലേ? മായയ്ക്ക് അധീനരായി മാറുമ്പോഴാണല്ലോ നമുക്ക് അനർത്ഥങ്ങൾ വരുന്നത്. അനർത്ഥങ്ങളാണല്ലോ നമ്മൾക്ക് എന്തുണ്ടാക്കുന്നത്? ഈ തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായി മാറ്റിയാൽ മതി? മായേനെ റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് വെച്ചാൽ മതി? കൃഷ്ണനെ വെച്ചാൽ മതി. സോ ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ അനാസക്തസ്യ അമലാത്മനഃ. അങ്ങനെ ആയിത്തീർന്നു അല്ലേ? അപ്പോൾ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, അതായത് എന്താണ്? അപ്രകാരം സമയം അല്ലെങ്കിൽ കാലം കഴിഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിച്ചു? അല്ലയോ ബ്രാഹ്മണ, വ്യാസദേവ അപ്രകാരം കൃഷ്ണചിന്തയിൽ പരിപൂർണ നിമഗ്നനായിരുന്നതിനാൽ സർവഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനായി തീർന്നവനാകയാൽ, അതാണ് നമ്മൾ പറഞ്ഞത്. ഏവം കൃഷ്ണമതേർ, പിന്നെ എന്താണ്? നാ ആസക്തസ്യ അമല ആത്മനഃ. ഇനി എന്ത് സംഭവിച്ചു? കാലം കഴിഞ്ഞു അല്ലേ? പിന്നെ പ്രാദുരഭൂത് കാലേ. എന്താണ് പ്രാദുരഭൂത് കാലേ എന്ന് പറഞ്ഞാൽ? സമയം അല്ലേ? അവസാനം ഞാൻ എല്ലാവർക്കുമുള്ള ഒരു പരീക്ഷണം. എന്ത് പരീക്ഷണം? മൃത്യു അല്ലേ? മൃത്യു സർവഹരശ്ചാഹം. ഭഗവാൻ തന്നെയാണ് മൃത്യുവായിട്ട് വരുന്നത്. നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മൃത്യുവിനെ. കാരണം എന്താണ്? ഭഗവാനാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ, മൃത്യു സർവഹരശ്ച അഹം. എല്ലാറ്റിനെയും ഹരിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനെയും കവർന്നെടുക്കുന്ന മൃത്യുവാണ് ഞാൻ. ഭക്തൻ എന്തിനാണ് പേടിക്കുന്നത്? നരസിംഹമൂർത്തി അത്രയും വളരെ കോപിഷ്ഠനായിട്ട് ആ തൂണും പിളർന്ന് വന്നപ്പോൾ ആരുമാത്രം പേടിച്ചില്ല? എല്ലാവരും പേടിച്ചു. ലക്ഷ്മി ദേവി പോലും മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടില്ല. എൻ്റെ ഭർത്താവ് ഇങ്ങനെ അല്ല, എൻ്റെ ഭർത്താവ് ഭയങ്കര ശാന്തനായിട്ട് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ഒക്കെയാണ്. ഇതുപോലെ കോപിഷ്ഠനായിട്ട് എന്താണ്? ഭൂഖണ്ഡം വാരണാണ്ഡം പരവര വിരടം ഡംഭോരുഡംഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അദ്ദേഹത്തിൻ്റെ രൂപത്തെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അങ്ങനെയൊന്നും അല്ല എൻ്റെ ഭർത്താവ് എന്ന് ലക്ഷ്മി ദേവി അങ്ങോട്ട് തള്ളിവിടുകയാണ്. ബ്രഹ്മദേവനെ തള്ളിവിട്ടു. ആര്? ഇന്ദ്രൻ പറഞ്ഞു നിങ്ങളാണ് ഇതിന് കാരണം. ഹിരണ്യകശിപുവിന് ഉള്ള വരങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ കൊല്ലാൻ പാടില്ല, ഇങ്ങനെ കൊല്ലാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല, ഈ ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള വരമെല്ലാം കൊടുത്തില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെ നരസിംഹമൂർത്തിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പോയി സമാധാനിപ്പിക്കുക. ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അവസാനം ആരുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്? ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്? ആ കുട്ടി. അവൻ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അവൻ കാണുന്നത് ആ ഘോരരൂപിയായിട്ടുള്ള നരസിംഹമൂർത്തിയെ ആരാണ് കാണുന്നത്? പ്രഹ്ലാദ മഹാരാജ് കാണുന്നു. പക്ഷെ പ്രഹ്ലാദ മഹാരാജ് പറയുകയാണ് ഞാൻ അങ്ങയുടെ പുത്രനാണ്. അച്ഛനാരാണ്? ലയൺ, സിംഹം. പക്ഷേ സിംഹത്തിൻ്റെ കുട്ടി ആരാണ്? കബ് എന്ന് പറയും നമ്മൾ, കൊച്ചുകുട്ടി, കൊച്ചു സിംഹക്കുട്ടി. അതിനെ വേണമെങ്കിൽ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യുകയില്ല. സിംഹത്തിനെ നമ്മൾ സിംഹത്തിനെ പേടിക്കും, പക്ഷേ കുട്ടിക്ക് സിംഹത്തിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ അച്ഛനാണത്. അച്ഛനെ എന്തിനാണ് പുത്രൻ പേടിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ചെന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥന അർപ്പിച്ചു. അപ്പോൾ ഇതേപോലെ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, പക്ഷെ ആരിൽ ആശ്രയിച്ച് ജീവിക്കുന്നു? ഭഗവാനിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. ശുദ്ധഭക്തൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മളെ കാര്യമല്ല പറയുന്നത്. ശുദ്ധഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വ്യാസദേവനോട് പറയുകയാണ് അങ്ങനെ ഒരു ആസക്തിയുമില്ല, ഒരു ഭയവും ഇല്ലാതിരിക്കുന്ന അവസാനത്ത് എന്താണ്? മൃത്യുവിനെ വരിച്ചു. സിമ്പിൾ. എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. എന്ത് സംഭവിക്കുകയാണ്? ഞാൻ മൃത്യുവിനെ വരിച്ചു. മൃത്യു എന്താണ്? ഭഗവാൻ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ പ്യുവറാക്കി
ഭൗതിക ശരീരം മാറ്റി എന്ത് ചെയ്യുകയാണ്? സ്പിരിച്വൽ ബോഡി, ആധ്യാത്മിക ശരീരം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഭക്തന്മാർക്ക് മൃത്യു എന്ന് പറയുന്നത്. മരണത്തിന് ഭക്തന്മാർ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാലക്രമേണ ഏകകാലത്ത് തന്നെ മിന്നലും പ്രദീപ്തിയും ഉണ്ടാകുന്നത് പോലെ വളരെ ആപ്റ്റായിട്ടുള്ള വാക്കുകളാണ്. എന്താണ്? താടിത് സൗദാമനീയഥ. ഈ സൗദാമനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗദാമനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലുമിനേറ്റിംഗ്, അതായത് പ്രകാശദീപ്തമാക്കുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണോ ഒരു മിന്നൽ വരുമ്പോൾ എല്ലാം പ്രകാശമാനമാകുന്നത്, അതേപോലെ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഈ ഡാർക്ക്നെസ്സിനെ, അതായത് അന്ധകാരത്തിനെ എല്ലാം മാറ്റിയിട്ട് എന്ത് സംഭവിക്കും? അയാൾക്ക് സ്പിരിച്വൽ ബോഡി, അതായത് ആധ്യാത്മിക ശരീരം കിട്ടുന്നത് മിന്നൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് പോലെ എല്ലാം പ്രകാശമാനമാകുന്നത് പോലെയാണ് എന്ന് പറയും. ഭക്തന്മാർ എന്തിനാണ് പേടിക്കുന്നത്? മൃത്യുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ്? അനന്തരം ഇവിടെ പ്രഭുപാദ് എഴുതിയിരിക്കുന്നു, കാലോചിതമായി ഒരു ശുദ്ധഭക്തൻ പരിപൂർണമായി സജ്ജീകൃതനാകുമ്പോൾ ആകസ്മികമായി മൃത്യു എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്ന ശരീരപരിവർത്തനം സംഭവിക്കുന്നു. പ്രഭുപാദ് സിമ്പിളായിട്ട് എഴുതുകയാണ്. അതിനെന്തിനും പേടിക്കുന്നത്? മൃത്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ പരിവർത്തനം മാത്രമാണ്. ഒരു ശുദ്ധഭക്തന് ഏകകാലത്ത് മിന്നലും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രദീപ്തിക്കും സൗദാമിനി സദൃശമായി അത്തരം ഒരു മാറ്റം സംഭവിക്കുന്നു. അതായത് ഒരു ഭക്തൻ ഒരു കാലത്ത് പരമപുരുഷനായ ഭഗവാന്റെ ഇച്ഛയാൽ തൻ്റെ ഭൗതിക ശരീരം പരിവർത്തനം ചെയ്യുകയും ആത്മീയ ശരീരം പടിപടിയായി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മരണത്തിന് മുമ്പും അഗ്നിസമ്പർക്കത്താൽ ഉത്തപ്തമായ ഇരുമ്പിനെ പോലെ അവൻ്റെ ശരീരം ആത്മീയമായി തീരുക നിമിത്തം ഒരു ശുദ്ധഭക്തന് യാതൊരു ഭൗതിക അഭിനിവേശവുമില്ല. എന്താണ് ഇവിടെ പറയുന്ന ഈ അവസാനത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ടു സേ a devotee simultaneously changes his material body and develops a spiritual body. ഇത് തീർന്നിട്ട് അടുത്തത് കിട്ടുക എന്നുള്ളതല്ല. ഇത് വന്നിട്ട് ഒരു എന്താണ്? സന്ധ്യ എന്ന് പറയും. ഒരെണ്ണം തീർന്നില്ല എന്നാൽ അടുത്തത് തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത്. യുഗസന്ധ്യ കേട്ടിട്ടില്ലേ? എന്താണ് യുഗസന്ധ്യ എന്ന് പറയുന്നത്? ത്രേതായുഗം തീരാറായി, പക്ഷേ ദ്വാപരയുഗം തുടങ്ങുകയും ചെയ്തു. ആ ഒരു മിക്സഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളതിനെയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത്. ഭക്തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തൻ്റെ മരണവും ഇതുപോലെ തന്നെയാണ്. കാരണം എന്താണ്? അയാൾ ജീവിതം കൊണ്ട് മുഴുവൻ എന്ത് ചെയ്യുകയാണ്? അയാളുടെ ശരീരത്തിനെ ആത്മജ്ഞാനം കൊണ്ട് ദീപ്തമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഉറപ്പായിട്ടും അയാൾക്ക് എന്ത് കിട്ടും? അടുത്തത് ആധ്യാത്മിക ശരീരം കിട്ടും. ആ മരണം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഈ ശരീരം, ഇപ്പോൾ ഉദാഹരണത്തിന് വന്നിട്ട് പ്രഹ്ലാദ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ ശരീരം ആ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം, ആ 5 വയസ്സുള്ള കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഭൗതിക ശരീരമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭൗതിക ശരീരം കിട്ടിയ ആളെ പോലെയാണോ പ്രവർത്തിച്ചിരുന്നത്? അല്ല, അദ്ദേഹം 24 മണിക്കൂറും നരസിംഹമൂർത്തി അല്ലെങ്കിൽ നാരായണനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാരായണനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരം ഭൗതികമാണെങ്കിലും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആധ്യാത്മികമായിട്ടുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ശരീരം ഉപേക്ഷിച്ച് ഇനി അടുത്ത ശരീരം സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ ശരീരത്തിൽ ചെയ്യുന്നതും ആ ശരീരത്തിൽ ചെയ്യുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവാനെ കുറിച്ച് ഓർക്കുക. അതുപോലെയാണ് നമ്മളും മൃത്യുവിന് വേണ്ടി എന്ത് ചെയ്യേണ്ടത്? തയ്യാറെടുക്കേണ്ടത്. മൃത്യു എന്ന് പറയുന്നത് വേദനയാകുന്നത് എപ്പോഴാണ്? നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സിനെ എല്ലാം വിട്ടുപോകുന്ന ഭയം. അടുത്ത ജന്മം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകേണ്ടി വരും? നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? എങ്ങോട്ട് പോകേണ്ടി വരും? എന്ത് തരത്തിലുള്ളത് ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള, പിന്നെ ഈ വീട്, കൂട്ടുകാർ, കുടുംബം, മക്കള്, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള 2 കണ്ടീഷനാണ് ഒരാൾക്ക് എന്തുണ്ടാക്കുന്നത്? ഭയമുണ്ടാക്കുന്നത്. പക്ഷെ ഒരു ഭക്തന് ഇതുമില്ല. എന്താണ് ഇല്ലാത്തത്? ഈ ഭയമില്ല. ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, കുടുംബം ഇതെല്ലാം വന്നിട്ട് അയാൾ പതുക്കെ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, എനിക്ക് എന്തെങ്കിലും ഭഗവാൻ എനിക്ക് വന്നിട്ട് തന്നിരിക്കുന്ന ആരാണ്? അവരെ ആധ്യാത്മികമായിട്ട് ഉന്നതി അല്ലെങ്കിൽ പുരോഗതി വരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഞാൻ എൻ്റെ റോള് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനുമൊക്കെ ചാൻറ്റ് ചെയ്യുന്ന കാര്യവും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ആവശ്യത്തിന് അവർക്ക് ഇതെല്ലാം ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, തുടങ്ങി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരത് പൂർത്തീകരിച്ചോളൂ. എനിക്കിനി അവരെക്കുറിച്ച്
കഷ്ടപ്പെട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവരെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനി അവർ കണ്ടിന്യൂ ചെയ്തോളും. ഒരാൾ ചിന്തിക്കുന്നു. ഇനി അടുത്തത്, ഈ ജന്മത്തിൽ ഞാൻ വന്നിട്ട് എന്ത് സ്വീകരിച്ചു? ഹരിനാമം സ്വീകരിച്ചു. അങ്ങനെ എന്താണ്, ഒരു പ്രാവശ്യം ശുദ്ധമായിട്ട് നാമം ജപിച്ചാലും നിങ്ങൾക്ക് ഇനി എത്ര ജന്മം കൊണ്ട് ചെയ്യാവുന്നതിലും അധികം സിൻ അല്ലെങ്കിൽ പാപം ഇല്ലാതായി തീരും എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഇനി അയാൾക്ക് അടുത്ത ജന്മത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ശരീരം കിട്ടുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതുമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തില്ല, ഈ ഒരു ഭൗതികമായിട്ടുള്ള പേടിയും ഒന്നും ഇല്ല മരിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് നാരദ മഹർഷി എന്ത് ചെയ്തത്? അവസാനം തൻ്റെ ശരീരം എന്ത് ചെയ്തത്? വെടിഞ്ഞത്. വളരെ സിമ്പിളായിട്ട് നാരദ മഹർഷി പറയുന്നു, കാലക്രമത്തിൽ ഒരു മിന്നലടിക്കുമ്പോൾ എങ്ങനെയാണോ ദീപ്തമാകുന്നത് അതേപോലെ എനിക്ക് ഒരു ആധ്യാത്മിക ശരീരം ലഭിച്ചു. വളരെ സിമ്പിൾ. അതേപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതവും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? നാരദ മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 28. പ്രായുജ്യമാനേ മയീതം ശുദ്ധം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ ന്യപതത് പഞ്ചഭൗതിക. എന്താണ്? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഒന്നും കൂടെ കൂടുതൽ. എന്താണ് സംഭവിച്ചത്? പ്രയുജ്യമാണേ മയീതം ശുദ്ധം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ ന്യപതത് പഞ്ചഭൗതിക. പ്രയുജ്യമാനേ മയീതാം ശുദ്ധം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ ന്യപതത് പഞ്ചഭൗതിക. എന്താണ് പറയുന്നത്? പ്രയുജ്യമാനേ മയി, എനിക്ക് കിട്ടി. എന്ത് കിട്ടി? ശുദ്ധം ഭാഗവതീം തനും, ഭഗവത് ഭക്തന്മാർക്ക് യോജിച്ച തരത്തിലുള്ള ആധ്യാത്മിക ശരീരം. അതെന്ത് ശരീരമാണ്? അത് നിങ്ങൾക്ക് വൈകുണ്ഠ ലോകങ്ങളിലാണെങ്കിൽ എന്ത് ശരീരമാണ്? ബാഹുവായിട്ടുള്ള ഭഗവാന്റെ പോലത്തെ ശരീരം. സാരൂപ്യം എന്ന് പറയും. സാലോക്യം, സാരൂപ്യം, ഇതൊക്കെയാണ് ആധ്യാത്മിക ലോകങ്ങളിൽ വൈകുണ്ഠ ഗ്രഹങ്ങളിലാണെങ്കിൽ. പിന്നെ ഗോലോക വൃന്ദാവനത്തിലാണെങ്കിൽ നിങ്ങളുടെ സ്വരൂപത്തിൽ എങ്ങനെയാണോ ഭഗവാനോട് നേരത്തെ ബന്ധപ്പെട്ടിരുന്നത്, അതായത് എന്ത് ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം, ഇങ്ങനെ 5 തരത്തിലുള്ള സ്നേഹബന്ധത്തിൽ ഏത് തരത്തിലുള്ള ബന്ധത്തിലായിരുന്നോ നിങ്ങൾ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റൂല. ഞാൻ മാലായിരുന്നു, മയിലായിരുന്നു, ഞാൻ അതാണ് ഇതാണെന്നും പറഞ്ഞ് നമ്മൾ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണ്? അത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളതല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ളതല്ല. ഞാനൊരു പുൽക്കൊടിയാണ്, ഞാനൊരു മാനാണ്, ഞാനൊരു മയിലാണ്, അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് സംഭവിക്കും? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഈ ഭാവ പ്രേമ സ്റ്റേജിൽ നോർമലി തന്നെ അത് വെളിവായിക്കോളും. നമുക്ക് കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്റ്റേജിൽ എത്താൻ വേണ്ടി കഷ്ടപ്പെട്ടാൽ മതി. ആരായിരുന്നു ഞാൻ എന്നും പറഞ്ഞ് എന്ത് ചെയ്യേണ്ട, ഇമാജിൻ ചെയ്യുകയോ ചിന്തിച്ച് കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട. ഭാഗവതീം തനും, അതുപോലുള്ള ശരീരം ആയിരിക്കും ഭഗവാൻ ആർക്ക് കൊടുക്കുന്നത്? ഭക്തന് കൊടുക്കുന്നത്. എന്താണ് ഈ ഭാഗവതീം തനും എന്ന് പറഞ്ഞാൽ? ഇതിനകത്ത് പറയുന്നത് ഫിറ്റ് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, പരമപുരുഷനുമായി സംസർഗപ്പെടാൻ യോഗ്യമായ ശരീരം, സത്ത് ചിത്ത് ആനന്ദ ശരീരം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ലോകത്തിന് പറ്റുന്ന ശരീരം വേണ്ടേ? ഏത് ലോകത്തിന്? വൈകുണ്ഠ ലോകങ്ങൾക്കും അയോധ്യാധാമം, പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ ഓരോ അവതാരങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വൈകുണ്ഠധാമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഗോലോക വൃന്ദാവനത്തിലും ഒക്കെ എന്താണ് ഈ ഭക്തന്മാരെ തൻ്റെ സ്വരൂപം ഏതാണോ അത് സ്വീകരിച്ച് തിരികെ പോകും. അങ്ങനെ ആർക്ക് കിട്ടി? നാരദ മഹർഷിക്ക് കിട്ടി. ശുദ്ധം ഭാഗവതീം തനും, അല്ലേ? ശുദ്ധമായ അതീന്ദ്രിയമായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളും ഇല്ലാത്ത. നേരത്തെ എന്താ പറഞ്ഞത്? നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞില്ലായിരുന്നോ, നിനക്ക് ഈ ശരീരത്തിൽ എന്നെ ഇനി കാണാൻ പറ്റില്ല. കാരണം എന്താണ്? നിന്റെ ശരീരം എന്താണ്, എന്ത് ശരീരം എന്നാണ്? കളങ്കം ഉള്ള ശരീരമാണ്, ഭൗതിക ശരീരമായതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ്? ശുദ്ധം ഭാഗവതീം തനും. ഇനി എന്താണ് പറഞ്ഞത്? ആരബ്ധ കർമ്മ നിർവാണ. എന്താണ് അതിൻ്റെ അർത്ഥം? കാമ്യകർമ്മങ്ങൾ നിരോധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, കർമ്മം, വികർമ്മം, അകർമ്മം, ഇങ്ങനെ 3 കാര്യങ്ങൾ. കർമ്മം എന്നാൽ
ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് കർമ്മം എന്ന് പറയുന്നത്. ചുമ്മാ ചെയ്യുന്ന കാര്യങ്ങളെയല്ല. എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കർമ്മം എന്ന് പറയാറില്ല. ഭഗവത്ഗീത പറയുന്നു ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് വേണം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് കർമ്മം. ഇനി അത് ചെയ്യരുതെന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ചെയ്യുന്നതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. എന്താണ് വികർമ്മം എന്ന് പറയുന്നത്? ധർമ്മശാസ്ത്രത്തിനനുസരിച്ച് ചെയ്യുന്നത് കർമ്മം. ഇനി അതിന് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെ മനഃപൂർവ്വം ചെയ്യുന്നതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. അതായത് ചെയ്യരുതാത്തത് ചെയ്യുന്നതിനെയാണ് വികർമ്മം എന്ന് പറയുന്നത്. ഇപ്പം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ധർമ്മശാസ്ത്രങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കിട്ടും. വികർമ്മം ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് പ്രയോജനം കിട്ടും. ഇത് രണ്ടും വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും? വീണ്ടും കർമ്മഭൂമി എന്ന് പറയുന്നത് എവിടെയാണ്? ലോകം. അതായത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കർമ്മങ്ങളെ ആർജിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ ഉപരിലോകങ്ങളിൽ പോയി അതിനെ എന്ത് ചെയ്യും? അനുഭവിക്കും. നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അനുഭവിക്കും. ഇനി അത് ചെയ്ത കർമ്മം വികർമ്മം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കർമ്മം, ചെയ്യരുതെന്ന് പറയുന്ന കർമ്മം, പാപം, ഇതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അധോ ലോകങ്ങളിൽ പോയിട്ട് അതിനനുസരിച്ചുള്ളത് അനുഭവിക്കും. എന്നിട്ട് ഇതെല്ലാം വന്നിട്ട് ഇത് ബാങ്ക് ബാലൻസ് പോലെയാണ്. അത് ക്രെഡിറ്റ് ചെയ്യുന്നതും ഇതും ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ കർമ്മങ്ങളെല്ലാം തീർത്ത് ഫലങ്ങളെല്ലാം അനുഭവിച്ച് തരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് ഭൗതിക ലോകത്തിൽ തന്നെ വരണം. എന്തിന്? അടുത്ത ജന്മം സ്വീകരിക്കണം. എന്നിട്ട് വീണ്ടും കർമ്മം ചെയ്യണം. എന്നിട്ട് വീണ്ടും അതിനനുസരിച്ച് മേലോട്ടോ താഴോട്ടോ പോകണം. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ വന്നിട്ട് എപ്പോഴാണ് നിർത്തുന്നത്? ഈ കർമ്മവും വികർമ്മവും രണ്ടും ചെയ്യാതിരിക്കുമ്പോൾ. അതെന്ത് സംഭവമാണ്? അതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. എന്താണ് അകർമ്മം എന്ന് പറഞ്ഞാൽ? ഫലമേ ഇല്ലാത്ത കർമ്മം. അതെന്ത് കർമ്മമാണ്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ബന്ധനത്തിലില്ലാത്ത കർമ്മം? അത് ഭക്തിയുത ഭഗവത് സേവനം മാത്രമാണ്. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. ഭക്തിയുത ഭഗവത് സേവനത്തിന് ആ ഇഫക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് എന്താണ്? ആരബ്ധ കർമ്മ നിർവ്വാണം. എല്ലാ തരത്തിലുള്ള ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന കർമ്മങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ന്യപതത് പാഞ്ചഭൗതിക പഞ്ചഭൂതങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. അതായത് ഭൂമി, അഗ്നി, ആകാശം, വായു എന്നൊക്കെ പറയുന്ന 5 തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ആ ശരീരത്തിനെയാണ് ഇവിടെ ന്യപതത്. പതിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുക, വീണു പോകുക എന്നാണ് അർത്ഥം. ന്യപതത് എന്ന് പറഞ്ഞാൽ ഈ ശരീരം വന്നിട്ട് എന്ത് ചെയ്തു? നാരദ മഹർഷി പറയുകയാണ്, എൻ്റെ ആ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം ഞാൻ ഉപേക്ഷിച്ചു. എങ്ങനെ ഉപേക്ഷിച്ചു? എന്നിട്ട് എന്ത് കിട്ടി? ഉപേക്ഷിച്ചിട്ട് അവിടെ ചുമ്മാ ഗോസ്റ്റായിട്ട് നടക്കുകയല്ല. അതായത് ഭൗതിക ലോകത്തിൽ ഒരാൾ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോഴേക്കും അയാളുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈഗോ, മൈൻഡ് ആൻഡ് ഇൻ്റലിജൻസ് ഇതെല്ലാം ചേർത്തിട്ട് ഇതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയും. ഈ ശരീരത്തിന് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതിന് എന്ത് വേണം? അതിന് ഒരു ഗ്രോസ് ബോഡി അല്ലെങ്കിൽ ഒരു എന്താണ് വേണ്ടത്? ശരീരം വേണം. കാരണം ഇന്ദ്രിയങ്ങൾ വന്നിട്ട് ശരീരത്തിൽ കൂടെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ശരീരം ഇല്ലാതെ നിൽക്കാൻ പറ്റൂല. നമുക്ക് ഒന്നുകിൽ ഭൗതിക ലോകത്തിൽ എന്ത് വേണം? പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായ ശരീരം, ഇവിടെ താമസിക്കാൻ പറ്റിയ ശരീരം വേണം. ഇനി അത് കഴിഞ്ഞിട്ട് മരണത്തിന് ശേഷം ഒരാൾക്കും ശരീരമില്ലാതെ നിൽക്കാൻ പറ്റൂല. അടുത്തത് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിലും ശരീരം തന്നെ വേണം. അവിടെ പോകാൻ ആവശ്യമായിട്ടുള്ള ശരീരം. ഇപ്പോൾ നരകത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കാനുണ്ടെങ്കിൽ എന്താണ് ശരീരം കിട്ടുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ശരീരം കിട്ടും. എന്ത് ശരീരമാണ്? അതിനെ അനുഭവിക്കാനുള്ള ശരീരം. ഇനി ഉപരിലോകങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിലോ അതിനനുഭവിക്കാൻ പറ്റുന്ന ശരീരം വേണം. ശരീരമില്ലാതെ ജീവിക്കാൻ പറ്റൂല. പക്ഷേ ഒരു ഭക്തന് എന്ത് സംഭവിക്കും? അയാൾ വന്നിട്ട് ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിനെ സ്പിരിച്വലാക്കി മാറ്റും. അതുകൊണ്ട് സ്പിരിച്വൽ ലൈഫ് വേൾഡിൽ ചെല്ലുമ്പോൾ അയാൾക്ക് എന്ത് ശരീരം വേണം? അവിടെയും വേണം സ്പിരിച്വൽ ബോഡി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ പറയുന്നു, ഹാവിങ് ബീൻ അവാർഡഡ് എ ട്രാൻസെൻഡൻ്റൽ ബോഡി. പരമദിവ്യോത്തമ പുരുഷൻ്റെ സന്തത സഹചാരിക്ക് അനുയോജ്യമായ ഒരു അതീന്ദ്രിയ ശരീരം കിട്ടിയതിനാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ആർജിച്ച സർവ്വഫലോദിഷ്ട കർമ്മങ്ങളും നിശ്ചലമായി. അതായത് എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും എല്ലാം വന്നിട്ട് നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതീന്ദ്രിയ ശരീരം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ പർപ്പുട്ടിൽ ശ്രീല പ്രഭുപാദ് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഏറ്റവും അവസാനം ധ്രുവ മഹാരാജാവും പ്രഹ്ലാദ മഹാരാജാവും
മറ്റു നിരവധി ഭക്തന്മാരും ഇതേ ശരീരാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ മുഖാമുഖം അഭിവ്യക്തമായി ദർശിക്കാൻ പ്രാപ്തരായിരുന്നു. ഒരു ഭക്തന്റെ ശരീരപ്രകൃതം ഭൗതികതയിൽ നിന്നും അതീന്ദ്രിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന് ഇത് വിവക്ഷിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? പ്രഹ്ലാദ് മഹാരാജാവ്, ധ്രുവ മഹാരാജാവ് ഒക്കെ ഭഗവാനെ കണ്ടത് അതേ ശരീരത്തിലാണ് അല്ലേ? അപ്പോൾ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാകണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രശ്നമല്ല, കോൺഷ്യസ്നെസ്, അവബോധമാണ് നമുക്ക് ശരിയാക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരം കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ശരീരമല്ല മാറ്റേണ്ടത്. ശരീരം പതുക്കെ മാറിക്കോളും. എന്ത് മാറ്റണം? അവബോധമാണ് മാറ്റേണ്ടത്. അപ്പോൾ എന്തു പറയുന്നു? നമ്മളുടെ കർമ്മത്തിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതെവിടെ പറയുന്നു? ഇവിടെ നോക്കൂ. ഗോസ്വാമിമാരുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു, ഇന്ദ്രഗോപം എന്ന പ്രാണി മുതൽ ശ്രേഷ്ഠനായ സ്വർഗാധിപതി ഇന്ദ്രൻ വരെയുള്ള സർവ്വജീവാത്മാക്കളും കർമ്മനിയമങ്ങൾക്ക് വിധേയരും അവരവരുടെ സ്വകർമ്മ കാമ്യകർമ്മ ഫലങ്ങൾ സഹിക്കാനും ആനന്ദിക്കാനും ബാധ്യസ്ഥരുമാണ്. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പോകേണ്ടി വരും. പിന്നെ വികർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം അനുഭവിക്കാൻ വേണ്ടി പോകേണ്ടി വരും. ഇത് രണ്ടും ഇല്ലാത്തത് മാത്രം ഒന്നേ ഉള്ളൂ, അത് അകർമ്മമാണ്. എന്താണ് അകർമ്മം? ഭക്തി. എന്താണ്? യസ്ത്വിന്ദ്ര ഗോപമഥവേന്ദ്ര മഹോസ്വകർമ്മ ബന്ധാനുരൂപ ഫലഭാജനമാതനോതി കർമാണി നിർദഹതി കിന്തു ച ഭക്തിഭാജാൻ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിത എന്താണ് പറയുന്നത്? യസ്തു ഇന്ദ്രഗോപം അഥവ ഇന്ദ്രം അഹോ സ്വകർമ്മ ബന്ധ അനുരൂപ ഫലഭാജനമാതനോതി. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും അതൊക്കെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണല്ല. യസ്തു ഇന്ദ്രഗോപം. ഇന്ദ്രഗോപം എന്ന് പറഞ്ഞാൽ കൊച്ചൊരു ചെറിയ പുഴു. മലത്തിൻ്റെ അകത്ത് ഇങ്ങനെ തുള്ളി കളിക്കുന്ന പുഴുവിനെ കണ്ടിട്ടില്ലേ? അത് സാധനം. ചെറിയ ഒരു പുഴുവും ഏറ്റവും മേലെ സ്വർഗാധിപതി ഇന്ദ്രനും, ഇവർ രണ്ടുപേരും എന്താണ്? യസ്തു ഇന്ദ്രഗോപം അഥവ ഇന്ദ്രം അഹോ സ്വകർമ്മ ബന്ധ അനുരൂപ ഫലം ആതനോതി. എന്താണ്? അവരെല്ലാവരും എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഫലം ആതനോതി കിട്ടും. ഇനി കർമാണി നിർദഹതി കിന്തു ച ഭക്തിഭാജാം. ഇതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഭക്തിഭാജാം. ആരോടുള്ള ഭക്തി? ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. എന്താണ്? ഗോവിന്ദനോടുള്ള ഭക്തി മാത്രം. വളരെ സിമ്പിളാണ്. ബ്രഹ്മസംഹിത വായിക്കുന്നവർക്ക് മനസ്സിലാകും അല്ലേ? അപ്പോൾ എന്താണ് സംഭവം? നമ്മൾക്ക് ഇവിടെ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ അകർമ്മം അല്ലെങ്കിൽ ഭക്തി ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ 7-14 ലോകങ്ങളിൽ ഏതൊക്കെ ശരീരങ്ങൾ കിട്ടാനുണ്ടോ അതൊക്കെ വീണ്ടും വീണ്ടും സ്വീകരിച്ച് അതിൻ്റെ പയസ് ക്രെഡിറ്റും അതിൻ്റെ ഇംപയസ് ക്രെഡിറ്റും ഒക്കെ ഒഴിപ്പിച്ച് വീണ്ടും എങ്ങോട്ട് വരണം? ഭൗതിക ഭൂമിയിലേക്ക് തിരിച്ചു വരണം. അടുത്ത ശരീരം വീണ്ടും അതേ സൈക്കിൾ തന്നെ. പക്ഷെ അതിനെ കട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ചെയ്യണം എന്നാണ്. ഭക്തി പെർഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. 29 കൽപ്പാന്തം ഇദമാദായ ശയനേ അംഭസ്യുദൻവതഃ ശിശായിഷോരനുപ്രാണം വിവിശേന്തർഹം വിഭോ. എന്താണ്? കൽപ്പാന്ത ഇദം ആദായ ശയനേ അംഭസ്യുദൻവതഃ ശിശായിഷോർ അനുപ്രാണം വിവിശേ അന്തർ അഹം വിഭോ. കൽപ്പാന്ത ഇദം ആദായ ശയനേ അംഭസ്യുദൻവതഃ ശിശായിഷോർ അനുപ്രാണം വിവിശേ അന്തർ അഹം വിഭോ. എന്ത് സംഭവിച്ചു? കൽപ്പാന്തം, കൽപ്പ അന്തം. ഒരു ബ്രഹ്മദേവൻ്റെ ഒരു ഡേയുടെ അന്തം. അതായത് നമ്മളുടെ ഇപ്പോൾ രാത്രിയാകാൻ പോകുന്നു. ബ്രഹ്മദേവൻ്റെ ഒരു പകൽ, അദ്ദേഹത്തിൻ്റെ ഒരു രാത്രി. നമ്മളുടേത് പോലെയല്ല, വലിയ നീണ്ട ഒരു കാലയളവാണ്. ബ്രഹ്മദേവൻ്റെ 100 വർഷം എന്ന് പറയുന്നത് വളരെ വലിയ കാലയളവാണ്. അദ്ദേഹത്തിൽ ആ ഒരു ദിവസം എന്ന് പറയുന്നതും വളരെ വലിയ കാലയളവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കൽപ്പ അന്തം. ആ കാലയളവിൽ ഇതം ആദായ ഭഗവാൻ എന്ത് ചെയ്യും? ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ഉറങ്ങും. അപ്പോൾ ബ്രഹ്മദേവനും എന്ത് ചെയ്യും?
ശയിക്കാനായി സമാപ്തിയിലെത്തുന്നു. എവിടെ പോകുന്നു? പരമദിവ്യോത്തമ പുരുഷന്റെ ഉള്ളിലാണ് അദ്ദേഹം പോകുന്നത്. അനുപ്രാണം വിവിശേ അന്ത അഹം വിഭോ. അപ്പോ എന്ത് സംഭവിച്ചു? അപ്പോൾ എല്ലാവരും നോൺ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്നു എന്നല്ല, ഇവരെല്ലാവരും ഭഗവാന്റെ ശരീരത്തിൽ ഉൾപ്പോകുന്നു എന്നാണ്. കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രളയത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മദേവന്റെ ഒരു രാത്രിയുടെ സമയത്ത്, അതിനും പ്രളയം എന്ന് പറയും. പലതരത്തിലുള്ള പ്രളയമുണ്ട്. എന്താണ്? നിത്യപ്രളയം, നൈമിത്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് പ്രളയങ്ങളുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ പറയുകയാണ് എന്താണ്? ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ ബ്രഹ്മദേവനും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഭൗതിക ശരീരം സൃഷ്ടിച്ച എല്ലാ സ്പീഷീസിൻ്റെയും എക്സിസ്റ്റൻസ് എന്ത് ചെയ്യും? തിരികെ എവിടെ? കാരണസാഗരത്തിൽ ശയിക്കുന്ന പരമദിവ്യോത്തമ പുരുഷൻ ആരാണ്? കാരണ ഉദകശായി വിഷ്ണുവിലേക്ക് തിരികെ പോകും. വീണ്ടും അദ്ദേഹം അടുത്ത ദിവസം രാവിലെ, അതായത് ബ്രഹ്മദേവന്റെ നെക്സ്റ്റ് ഡേ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും തിരികെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രളയവും മാനിഫെസ്റ്റേഷനും, അല്ലെങ്കിൽ എന്താണ്, ബ്രഹ്മദേവന്റെ ഒരു ദിവസവും അടുത്ത ദിവസവും, അതായത് രാത്രിയും പകലും വന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. യുഗാന്ത്യത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണൻ സർവസംഹാരകമായ പ്രളയജലത്തിൽ ശയിക്കുമ്പോൾ ബ്രഹ്മാവ് സർവസൃഷ്ടി ഘടകസമേതനായി ഭഗവാനിൽ പ്രവേശിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞാനും ഭഗവാന്റെ നിശ്വാസത്തിലൂടെ പ്രവേശിച്ചു. ആ ട്രാൻസെൻഡൻ്റൽ ബോഡി അല്ലേ, എന്ത് ബോഡിയുടെ കാര്യമാണ് പറഞ്ഞത്? നാരദ മഹർഷിക്ക് കിട്ടിയത് ശുദ്ധം ഭാഗവതിം തനും. അത് ഇല്ലാണ്ടായി പോയോ? ഇല്ല. അതേ ശരീരം തന്നെയാണ് ഇനി നാരദ മഹർഷിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു യുഗം കഴിഞ്ഞു, കൽപ്പാന്തം. അത് കഴിഞ്ഞിട്ട് അടുത്ത യുഗത്തിലാണ്, അല്ലെങ്കിൽ അടുത്ത പ്രളയം കഴിഞ്ഞിട്ട് ബ്രഹ്മദേവന്റെ നെക്സ്റ്റ് ഡേയിലാണ് ആര് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നാരദ മഹർഷി മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മദേവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നാരദ മഹർഷി മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നാരദ മഹർഷി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും? നാരദ മഹർഷിയുടെ ആ ഒരു ശുദ്ധം ഭാഗവതിം തനും എവിടെ പോയി? അതില്ലാണ്ടായി പോയോ? ഇല്ല. ആ ശരീരം തന്നെ എന്ത് കിട്ടും? ആധ്യാത്മിക ശരീരത്തിന് ഒന്നുമില്ല. എന്താണ്? നമ്മളെപ്പോലെ, നമ്മളുടെ ശരീരം പോലെ, എന്ത് പഞ്ചഭൂതാത്മകമായ ശരീരം പോലെ എന്തില്ല? നാശമില്ല. അത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇത് വന്നിട്ട് ബ്രഹ്മദേവൻ സർവസൃഷ്ടി ഘടക സമേതനായി ഭഗവാനിൽ പ്രവേശിക്കുമ്പോൾ ഞാനും ഭഗവാന്റെ നിശ്വാസത്തിലൂടെ പ്രവേശിച്ചു. അതായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പർപ്പോട്ടുണ്ട് ശ്രീല പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. വസുദേവസുതൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത് പോലെ നാരദൻ ബ്രഹ്മദേവസുതൻ എന്നറിയപ്പെടുന്നു. പരമദിവ്യോത്തമ പുരുഷനും നാരദനെ പോലെയുള്ള മോക്ഷാത്മാക്കളായ ഭഗവത് ഭക്തരും അതേ പ്രക്രിയയാലാണ് ഭൗതിക ലോകത്തിൽ ആവിർഭൂതരായത്. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ഭഗവാന്റെ ജനനവും കർമ്മങ്ങളുമെല്ലാം അതീന്ദ്രിയങ്ങളാണ്. ആകയാൽ പ്രാമാണിക മതമനുസരിച്ച് ബ്രഹ്മദേവ തനയനായുള്ള നാരദ ജനനവും അതീന്ദ്രിയ ലീലയാകുന്നു. അദ്ദേഹത്തിൻ്റെ ആവിർഭാവവും തിരോഭാവവും പ്രായോഗികമായി ഭഗവാന്റെ അതേ തലത്തിലുള്ളതാകുന്നു. അപ്പോൾ എന്താണ്? നാരദ മഹർഷി എങ്ങനെയാണ് ബ്രഹ്മദേവന്റെ പുത്രനായി ജനിച്ചത്? ഏതെങ്കിലും അമ്മയും അച്ഛനും ഭൗതികമായി ബന്ധപ്പെട്ട് ഒരു ഭ്രൂണമുണ്ടായി, അത് വന്നിട്ട് ഗർഭത്തിൽ വന്ന് വളർന്ന് 9 മാസം കഴിഞ്ഞ് വേദനയോടുകൂടി ഭൗതിക ലോകത്തിൽ ജനിക്കുന്നത് പോലെയാണോ നാരദ മഹർഷിയുടെ ജനനം? അല്ല. ബ്രഹ്മദേവ തനയനായുള്ള നാരദ ജനനം എന്ന് പറയുന്നത് വസുദേവസുതനായി ഭഗവാൻ എങ്ങനെ ജനിച്ചുവോ അതേപോലെ. കാരണം ആ ശരീരത്തിന് എന്തില്ല? നാശമില്ല. നമുക്കൊരു ശരീരം കിട്ടുന്നത്, നമ്മളുടെ ആത്മാവ് അടുത്ത ശരീരത്തിനെ സ്വീകരിക്കുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും എന്താണ് ആ ഭ്രൂണത്തിൻ്റെ അകത്ത് സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്ത് ഒരു ഭ്രൂണം ഉണ്ടാകുമ്പോൾ ഭൗതികമായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ആ ആത്മാവിന് ഒരു ആവരണം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് ഒരു ശരീരം, ഭൗതിക ശരീരം നമുക്ക് കിട്ടുന്നത്. അത് അടുത്ത മരണമാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അതും ഇല്ലാണ്ടാകും, അടുത്ത ഭൗതിക ശരീരം നമുക്ക് ലഭിക്കും. പക്ഷേ ഭഗവാൻ വസുദേവപുത്രനായിട്ട് ജനിച്ചത് എങ്ങനെയാണ്? ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ആർക്ക്? വസുദേവ ദേവകിമാർക്ക് ആ കാരാഗ്രഹത്തിൽ. അദ്ദേഹം വന്നിട്ട് ശംഖചക്ര ഗദാപത്മധാരിയായി പ്രത്യക്ഷപ്പെടുകയാണ്.
എന്നിട്ട് എന്ത് സംഭവിച്ചു? വസുദേവരും ദേവകിയും അവരോട് പറഞ്ഞു, അങ്ങ് ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പ്രത്യക്ഷനായി എന്ന് കംസൻ അറിയും, അതുകൊണ്ട് ചെറിയൊരു കുട്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ വന്നിട്ട് അവർക്ക് ചെറിയൊരു കുട്ടിയായിട്ട് പ്രത്യക്ഷനായത്. ഇനി അത് മാത്രമല്ല, ബ്രഹ്മദേവന്റെ പുത്രനായി നാരദ മഹർഷി ജനിച്ചതും ഈ പ്രകാരം ഒരു അമ്മയും അച്ഛനും വന്നിട്ട് ഒരു ഭൗതിക ശരീരം കൊടുത്തത് കൊണ്ടുള്ള അല്ല. നാരദ മഹർഷിക്ക് ഓൾറെഡി എന്ത് കിട്ടിയിരുന്നു? ആ ശരീരം എന്ത് കിട്ടി? ഭാഗവതിയും തനുവും കിട്ടിയിരുന്നു. ആ ശരീരത്തിന് എന്തില്ല? നാശമില്ല. അത് കിട്ടിയ ശരീരം എന്ത് സംഭവിച്ചു? നാരദ മഹർഷി ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്നും തിരിച്ച് വരുന്നത് എപ്പോഴാണ്? അടുത്ത കൽപ്പത്തിലാണ്. അതുകൊണ്ട് ഭഗവാന്റെ ജനനവും പരിശുദ്ധ ഭക്തന്മാരുടെ നാരദ മഹർഷിയെ പോലുള്ള പരിശുദ്ധ ഭക്തന്മാരുടെ ജനനവും ഏകദേശം ഒരുപോലെയാണെന്നാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 9 മണിയായി. 30ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. എങ്ങനെയാണ് നാരദ മഹർഷി വീണയും കൊണ്ട് നാരദ മഹർഷി എങ്ങനെയാണ് ഈ ലോകത്തുടനീളം സഞ്ചരിച്ച് ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.